എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വെറൈറ്റി ഫുഡുമായിട്ടാണ് വന്നേക്കുന്നത്. സോയ ചങ്ക്സിൻ്റെ പൊറോട്ടയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ 200 ഗ്രാം സോയ ചങ്ക്സ് ആണ് എടുക്കുന്നത്. ആദ്യം 10 മിനിറ്റ് വെള്ളത്തിൽ ഇട്ടിട്ട് ഇതുപോലെ നമ്മളതിൻ്റെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിട്ട് മിക്സിയിലിട്ട് ഞാൻ പൊടിച്ചെടുത്തേക്കുന്നു. ഇതിനായിട്ട് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് ഒരു ഉരുളൻകിഴങ്ങ് ഇതിനകത്തോട്ട് ഇട്ടു. കുറച്ച് മല്ലിയില, 2-3 പുതിനയില, ഒരു ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 സ്പൂൺ പെരുംജീരകപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഞാനിവിടെ 2 ടീസ്പൂൺ ഉപ്പാണ് ഉപയോഗിക്കുന്നത്. ഇതെല്ലാം കൂടെ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യുക. ഉപ്പ് നമ്മൾ ഉണ്ടാക്കാൻ നേരവേ ഉപ്പിട്ട് കുഴച്ച് വെക്കരുത്. കാരണം അല്ലെങ്കിൽ ഇതിൻ്റെ ഇത് വെള്ളം ഇറങ്ങും. അപ്പം വെള്ളം ഇറങ്ങുമ്പോൾ നമുക്ക് ഈ പൊറോട്ട ഉണ്ടാക്കാൻ പറ്റില്ല. എല്ലാം ഞാൻ മിക്സ് ചെയ്ത് വെച്ചു. ഇതിന് വേണ്ടി ഞാൻ 1/2 കിലോ ആട്ടയാണ് എടുത്തേക്കുന്നത്. ഈ പൊറോട്ടയോടെ കഴിക്കാൻ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയ ഒരു ചട്നിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് പൊറോട്ട ഉണ്ടായിക്കഴിഞ്ഞ് അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് അറിയാം. ചൂടായി നമ്മൾ പൊറോട്ട ഉണ്ടാക്കി ഇതിനകത്തിട്ടു. നമുക്കിത് നെയ്യിലോ എണ്ണയിലോ ഉണ്ടാക്കാം. നല്ലപോലെ തിരിച്ചും മറിച്ച് ഗ്യാസ് കുറച്ചും കൂട്ടിയും വെക്കുക. നല്ലൊരു ഹെൽത്തി ഫുഡാണ്. വീട്ടിൽ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും നല്ല ടേസ്റ്റിയായി കഴിക്കാം. നമ്മുടെ സോയാബീൻ നല്ലപോലെ പിഴിഞ്ഞിട്ട് വേണം അത് പൊടിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ പൊറോട്ട പൊട്ടാൻ സാധ്യതയുണ്ട്. പൊറോട്ടയുടെ നമുക്ക് ഹെൽത്തിയായ ഒരു ചട്നിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ചട്നി ഉണ്ടാക്കുന്ന വിധം പറയാം. ഇവിടെ ഞാൻ കുറച്ച് പനിക്കുറുക്ക എടുത്തിട്ടുണ്ട്. പനിക്കുറുക്ക സുലഭമായി കിട്ടുന്നതാണ്, ശരീരത്തിനും നല്ലതാണ്. പിന്നെ കുറച്ച് മല്ലിയുടെ ഇല ആൻഡ് മല്ലിയുടെ തണ്ടും ഞാനിവിടെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, 2 വെളുത്തുള്ളി അല്ലി, കുറച്ച് ഇഞ്ചി, 2 പച്ചമുളക്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ 1 പച്ചമുളകും കൂടി എടുക്കാം. ഞാനിവിടെ 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഉപ്പ് പാകത്തിന്, 2 വലിയ സ്പൂണ് തേങ്ങ തിരുകിയത്,
അരമുറി നാരങ്ങയുടെ നീര്, പിന്നെ കുറച്ച് വെള്ളവും ചേർത്ത് ഇത് നന്നായി മിക്സിയിൽ അരച്ചെടുക്കാം. നമ്മുടെ ചട്നി ഇവിടെ അരഞ്ഞു കിട്ടിയിരിക്കുന്നു. ഇതേ നമ്മുടെ ചട്നി റെഡിയായി. നമ്മുടെ പൊറോട്ടയും ചട്നിയും തയ്യാറായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി പൊറോട്ടയും ചട്നിയും. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. ഇനി ഒരു പുതിയ റെസിപ്പിയായിട്ട് അടുത്ത ആഴ്ച വരുന്നതായിരിക്കും. നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.